അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ ഹബീബില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, മഹാനായ മൂസ മൗലാന നവ്വറല്ലാഹു മർകദഹു ആദരണീയനായ സുബൈർ ഹാജി ഒരു ദീനീ സ്ഥാപനം ആരംഭിക്കണമെന്ന് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഇന്ന് ജാമിയത്തുൽ കൗസരിയായിരിക്കുന്ന സ്ഥലത്ത് വന്നു. അന്നിവിടെ വെട്ടുകല്ലിൻ കുഴിയാണ്. വെട്ടുകല്ല് വെട്ടിയെടുത്ത് ഒരുപാട് ഗർത്തങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മഹാനായ മൂസ മൗലാനയുടെ ദീർഘദർശനം, അദ്ദേഹം പറഞ്ഞു, സുബൈർ ഹാജി, ഞാനിവിടെ നിന്നും ഇൽമിൻ്റെ വാസന അനുഭവിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അന്ന് സത്യത്തിൽ ഒരു സാധാരണഗതിക്കാരന് ഈ സ്ഥലം ഒരു മദ്രസയ്ക്കോ കെട്ടിടം വയ്ക്കാനോ പറ്റുന്ന കാഴ്ചപ്പാടിലുള്ളതായിരുന്നില്ല. മൗലാനയുടെ ആ ഒറ്റ വാചകത്തിൻ്റെ ബലത്തിലാണ് ആദരണീയനായ സുബൈർ ഹാജി അവർകൾ ഇവിടെ ജാമിയത്തുൽ കൗസരിയ സ്ഥാപിക്കുന്നത്. 1974 മുൻവശത്ത് കാണുന്ന ഒറ്റ ബിൽഡിങ്ങിലാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. അൽഹംദുലില്ലാ, തുടക്ക ദിവസം മുതലിവിടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. തുടക്കത്തിൽ ഇവിടെ ഹിഫ്ളിനായിട്ട് വരികയും ബഹുമാന്യനായ മൂസ മൗലാനയും നൂഹ് മൗലാനയുമാണ് സാധുവായ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ഹിഫ്ളിനെടുത്തത്. അന്ന് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഹിഫ്ള് ആരംഭിച്ച ഉസ്താദ് ആദരണീയനായ ഫദ്ലുർ റഹ്മാൻ മഹാനവറുകൾ വഫാത്തായിപ്പോയി. അള്ളാഹു കബറിടം സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹമാണ് ഞങ്ങളുടെ ഹിഫ്ളിൻ്റെ ഉസ്താദ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിൽ ആദ്യമായി ഒരു ഹിഫ്ളിൻ്റെ സ്ഥാപനം തുടങ്ങുന്നത് ജാമിയത്തുൽ കൗസരിയിലാണ്. ഏതാണ്ട് അതേ നാളുകളിൽ തന്നെ കോഴിക്കോട് അഞ്ജുമൻ ഇസ്ലാമും തുടങ്ങിയെങ്കിലും അന്ന് കേരളത്തിൽ ഹിഫ്ള് എന്നൊരു സങ്കല്പമുണ്ടായിരുന്നില്ല. കേരളത്തിലെ മഹാപണ്ഡിതന്മാർ, തലയെടുപ്പുള്ള പണ്ഡിതവര്യരെല്ലാം ഫിഖ്ഹിൽ ഇങ്ങനെ അഗ്രഗണ്യരായി വിലസുന്ന കാലഘട്ടമാണ്. പക്ഷേ ഖുർആൻ ഷരീഫിൽ അങ്ങേയറ്റം പോയാൽ ഒരു സബ്ബിഹിസ്മ, ഒരു ഹൽ അത്ത, കൂടിപ്പോയാൽ ഒരു സൂറത്ത് ജുമാ, സൂറത്ത് മുനാഫിഖൂൻ. ഇതിനപ്പുറത്തേക്ക് ഖുർആനിൽ മനഃപ്പാടമുള്ളവർ കേരളത്തിൽ വളരെ പരിമിതമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് മഹാനവറുകൾ സുബൈർ ഹാജിയുമെല്ലാം ചേർന്ന് ജാമിയത്തുൽ കൗസരിയ ആരംഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഇവിടെ 1.25 വർഷം കൊണ്ട് ഹിഫ്ള് പൂർത്തിയാക്കി കേരളത്തിലെ ഒന്നാമത്തെ ഹാഫിള്. ഇന്ന് കേരളത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 10,000-കണക്കിന് ഹുഫാളുകളുണ്ട്. പക്ഷേ ഈ കൊച്ചു കേരളത്തിലെ ഒന്നാമത്തെ ഹാഫിള് ജനിച്ചത് ജാമിയത്തുൽ കൗസരിയിലാണ്. ആ മഹാസൗഭാഗ്യമാണെങ്കിൽ അതിന് ഭാഗ്യം കിട്ടിയത് സാധുവായ ഈ വിനീതനാണ്. കേരളത്തിൽ ഖുർആൻ പഠിച്ച് കേരളത്തിൽ ഹിഫ്ള് പൂർത്തിയാക്കിയ ഒന്നാമത്തെ വ്യക്തി സാധുവായ ഞാനാണ്. അള്ളാഹു അങ്ങനെ ഈ സ്ഥാപനം തുടങ്ങി. ഇവിടെ പിന്നീട് ഹിഫ്ള് വർദ്ധിച്ചു. ഇന്ന് 1000-കണക്കിന് ഹാഫിളീങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെയുണ്ട്, കൗസരികൾ തന്നെയുണ്ട്. അൽഹംദുലില്ലാ, വളരെ പരിമിതമായ നിലയിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ജാമിയത്തുൽ കൗസരിയ. അന്നത്തെ ഞങ്ങളുടെ പഠന രീതി, ഞങ്ങളുടെ കിതാബുകൾ കിട്ടാനുള്ള അസൗകര്യം, ഉസ്താദന്മാരുടെ രീതികൾ, ശൈലികൾ, സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾ, എത്രയോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചാണ് ആദ്യകാലത്ത് ഇവിടെ പണ്ഡിതന്മാരും ഉസ്താദന്മാരും അൽഹംദുലില്ലാ സേവനം ചെയ്തത്. ഇന്ന് ജാമിയത്തുൽ കൗസരിയ 1000-കണക്കിന് കേരളത്തിലൊരു വലിയ ശൃംഖല തന്നെയുള്ള പണ്ഡിതന്മാരുടെ, ഹാഫിളീങ്ങളുടെ കണ്ണികളുള്ള ഒരു വലിയ സ്ഥാപനമായി മാറിയിരിക്കുന്നു. അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. അൽഹംദുലില്ലാ, ജാമിയത്തുൽ കൗസരിയിൽ സാധുവായ ഞാൻ കൗസരിയ ബിരുദമെടുത്തു. കൗസരിയ ബിരുദമെടുത്തതിന് ശേഷമാണ് പാളയം പള്ളി ഇമാമായിട്ട് മാറുന്നത്. അന്ന് അബ്ദുൽ ഗഫാർ മൗലവി അൽ കൗസരി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ കൗസരി അത്ര അന്ന് പ്രസിദ്ധമായിരുന്നില്ല. ഒരു നല്ല മൈലേജ് എൻ്റെ ആ പേരിനോടൊപ്പം കൗസരി ചേർത്ത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇതൊന്നും പൊങ്ങച്ചം പറയുന്നതല്ല,
ഈ സ്ഥാപനത്തിൻ്റെ മഹത്വം സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നീട് അൽഹംദുലില്ലാ കേരള വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് ഈ വിനീതൻ വന്നു. അബ്ദുൽ ഗഫാർ മൗലവി അൽ കൗസരിയാണ് കേരള വഖഫ് ബോർഡ് ചെയർമാൻ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാലിം വഖഫ് ബോർഡിൻ്റെ ചെയർമാനാകുന്ന അന്നാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് ഒരു വലിയ മൈലേജ്, ഒരു പേര് ജനങ്ങൾ അറിയാൻ, ആരാണ് ഈ കൗസരി, എന്താണ് ഈ കൗസരി എന്ന് ചോദിച്ചു തുടങ്ങാൻ ആലിമ്യങ്ങൾക്കിടയിൽ ഒരു കാരണമായി. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഉസ്താദന്മാരും മുത്തവല്ലിയും വിദ്യാർത്ഥികളുമൊക്കെ പഠിച്ച് ഇന്ന് ഈ സ്ഥാപനം റബ്ബിൻ്റെ തൗഫീഖിനാൽ കേരളത്തിൽ ആർക്കും മാറ്റിവെക്കാൻ കഴിയാത്ത ദീനീ സ്ഥാപനങ്ങളുടെ ചരിത്രം എഴുതിയാൽ കൗസരിയുടെ ചരിത്രം എഴുതിയില്ലെങ്കിൽ പൂർത്തിയാവില്ല എന്നുള്ള മട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ 50-ാം വാർഷികത്തിലേക്ക് എത്തുകയാണ്. ബഹുമാനപ്പെട്ട സുബൈർ ഹാജിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ ഉവൈസ് ഹാജിയും ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം മൗലവിയും വളരെ ഗംഭീരമായി നമ്മുടെ ഈ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. ഇന്ന് നമ്മുടെ മുത്തവല്ലിയായ ഇബ്രാഹിം മൗലവി ഒരുപാട് ഭാവന മനസ്സിൽ കാണുന്ന ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് കൗസരിയെക്കുറിച്ച് ഫ്യൂച്ചറിലൊരു വലിയ കുറേ സങ്കല്പങ്ങളുണ്ട്. അള്ളാഹു വലിയവനാണ്. വളരെ ലളിതമായ തോതിൽ തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് അതെല്ലാം കൈവരിക്കാൻ പറ്റുന്ന കഴിവിലും അളവിലും അതിൻ്റെ സംഘാടകരിലും വിദ്യാർത്ഥികളിലും മാലിന്യങ്ങളിലും എല്ലാം എത്തിപ്പെട്ട് നിൽക്കുകയാണ്. നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വലിയ നിലയിൽ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും, സ്ഥാപനത്തിൻ്റെ പേരോ പ്രശസ്തിയോ അല്ല, ദീനീ രംഗത്ത് കേരളത്തിൽ ഒരു വലിയ ചുവടുവയ്പ് നടത്തുവാനും കൗസരിയയ്ക്ക് സാധ്യമാകും, യാതൊരു സംശയവുമില്ല. ഞാൻ ഓർക്കുന്നു, ഇന്ന് കേരളത്തിലെ എല്ലാ അറബി കോളേജുകളിലും ഹാഫിലീങ്ങളുണ്ട്, ഹിഫ്ള് ഉസ്താദന്മാരുണ്ട്. ആദ്യകാലത്ത് കേരളത്തിലെ പ്രശസ്തമായ സ്ഥാപനങ്ങളിലേക്ക് ഹിഫ്ള് പഠിപ്പിക്കാൻ പോയത് മുഴുവനും കൗസരിയിൽ നിന്നും ഹിഫ്ള് പൂർത്തിയാക്കിയവരാണ്. അവരിൽ നിന്ന് പഠിച്ച ഹാഫിലീങ്ങളാണ് ഇന്ന് മറ്റ് സ്ഥാപനങ്ങളിൽ ഹിഫ്ള് നടത്തുന്നത്. അത് നമ്മുടെ അഭിമാനമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഹിഫ്ള് തുടങ്ങിയ ഒന്നാമത്തെ ഹാഫിദിനെ കേരളത്തിന് സമ്മാനിച്ച, കേരളത്തിലെ ദീനീ സ്ഥാപനങ്ങൾക്ക് ആദ്യകാലത്ത് ഹിഫ്ള് ഉസ്താദന്മാരെ കൊടുത്ത ഈ സ്ഥാപനം ആ രംഗത്തൊക്കെ എത്രയോ മികവിൽ മുന്നിട്ട് നിൽക്കേണ്ടവരാണ്. വൈകി ഓട്ടം തുടങ്ങിയ പലരും ഇന്ന് നമ്മളെ ഓവർടേക്ക് ചെയ്യുന്ന രംഗത്താണുള്ളത്. ആയിക്കോട്ടെ, ദീനീ രംഗത്ത് മത്സരങ്ങൾ നല്ലത് തന്നെയാണ്. പക്ഷേ നമുക്ക് തന്നെ മുന്നിൽ നിൽക്കണം. അതിനുതകുന്ന കാഴ്ചപ്പാടുകളും അതിനുതകുന്ന ഭാവി പദ്ധതികളുമൊക്കെയുള്ള ഒരു മുത്തവല്ലിയും മാനേജ്മെൻറ്റും ഉസ്താദന്മാരും എല്ലാം നമുക്കുണ്ട്. നാം എല്ലാവരും ഒത്തുപിടിച്ച് ഒരു ഗംഭീരമായ സ്ഥാപനമായി എല്ലാ നിലയിലും ദീനീ രംഗത്ത് കേരളത്തിൽ സ്ത്രീജനങ്ങൾക്കും പുരുഷന്മാർക്കും എല്ലാ രംഗത്തുള്ളവർക്കും അവർക്ക് പ്രചോദനം കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ സ്ഥാപനമായി കൗസരിയ മാറണം. നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. അള്ളാഹുവിൽ നിന്നാണ് തൗഫീഖ്. നാം എല്ലാവരും ഒത്തുപിടിക്കുകയും ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് ജാമിയത്തുൽ കൗസരിയ നമ്പർ 1 ദീനീ രംഗത്ത് കേരളത്തിൽ ശോഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ പരിലസിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.